അതാണ് ഇപ്പോൾ നിക്കോളാസ് ടെസ്ല എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പറയുന്നത്. ഇഫ് യു വാണ്ട് ടു നോ ദ സീക്രട്ട് ഓഫ് ദ യൂണിവേഴ്സ് യു ഹാവ് ടു തിങ്ക് ഇൻ ദ ലാംഗ്വേജ് ഓഫ് എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ. ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിയണമെങ്കിൽ നിങ്ങൾ എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യാൻ പഠിക്കണം. ഡോജോ ബോർഡൊക്കെ കളിക്കുമ്പോൾ ഇല്ലേ, ആ ഫ്രീക്വൻസിയിലുള്ള സാധനം കയറി വരിക. ബൊട്ടാനിക്കരി അമ്മ അല്ലെ ഭദ്രകാളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുമ്പോൾ, ആദി പരാശക്തി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ ഫ്രീക്വൻസിയിലുള്ള സംഭവമാണ് വരുന്നത്. അത് തന്നെയല്ലേ ഓജോ ബോർഡിൽ സംഭവിക്കുന്നത്. അത് നെഗറ്റീവ് ചെറുത്, ഇത് പോസിറ്റീവ് വലുത്. അച്ഛൻ ഓട്ടോക്കാരനാണ്. അപ്പോൾ വന്നിട്ട് പറയുന്നത്, സാറേ ഞാൻ ഓട്ടോ ഓടിച്ച് വരുമ്പോൾ ഷാളിട്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്ന് പിടിച്ചു. അതിന് മുമ്പ് ശേഷം അവൾക്കൊരു കുഴപ്പമില്ല. അവൾ തമാശയാന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ. കഴുത്തിലൊക്കെ ഷോളിട്ട് മുറുക്കുക തമാശ. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനസ്സിനെ ഞാൻ കീഴടക്കിയിട്ട് എനിക്ക് ശത്രുത തോന്നുന്ന ഒരാളെടുത്ത് ഞാൻ അങ്ങ് വിടുകയാണ്, പോയി കൊന്നിട്ട് വാ എന്ന് പറഞ്ഞാൽ നടക്കും. 100% അങ്ങനെയല്ലേ നടക്കുന്നതല്ല. ചാത്തൻ സേവ മുക്കിന് ഇങ്ങനെ മുള പൊട്ടും പോലെ ചാത്തൻ സേവയുണ്ട്. ഇതിൽ എത്രമാത്രം സത്യത? ശരിക്കും ചാത്തൻ, ശരിക്കും ഈ ദേവതകൾക്കൊന്നും ശരിക്കുള്ള പേരില്ല. ഇതാദ്യം മനസ്സിലാക്കണം. പേരുള്ളത് ഫിസിക്കൽ വേൾഡിലാണ്. ഇപ്പോൾ ഈ ഫിസിക്കൽ വേൾഡിൽ ഇപ്പോൾ ഇതൊരു മൊബൈലാണ് അങ്ങയുടെ കയ്യിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു മൊബൈലാണ്, അത് മാറാൻ പോകുന്നില്ല. കയ്യിലുള്ള മോതിരമാണെന്ന് പറഞ്ഞാൽ മോതിരമാണ്, മാറുന്നില്ല. ശരിയല്ലേ? ശരിയാണ്. ഇതൊരു ഷർട്ടാണ്, ഇത് മാറ്റമില്ല. പക്ഷെ എനർജി വേൾഡിലേക്ക് വരുമ്പോൾ പേരില്ല എന്ന് പറയാൻ കാരണം അവിടെ വൈബ്രേഷണൽ ഫീൽഡുകളാണ്. ഇപ്പോൾ ഒരു വെള്ളം ഒഴുകി വരുമ്പോൾ ഇവിടെ ഒരു ചുഴി, ഈ ചുഴിയുടെ പേര് കൃഷ്ണൻകുട്ടി, ഇപ്പുറത്ത് ഇങ്ങനെ ഒരു ചുഴി, അതിൻ്റെ പേര് ജോസഫ്, അതിൻ്റെ പേര് ഇപ്പുറത്ത് മനാഫ്. ഇങ്ങനെ ഒരു പേര് കൊടുക്കാൻ പറ്റുമോ ചുഴിയിൽ? വേണം വലിയ ചുഴി എന്ന് പറയാം, ചെറിയ ചുഴി എന്ന് പറയാം. അത് അപകടകരമായ ചുഴി, ഇത് നീന്തി വരാൻ പറ്റുന്ന ചുഴി എന്ന് നമുക്ക് പറയാം. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ എനർജി വേൾഡിലേക്ക് വന്നു കഴിയുമ്പോൾ, പ്രാണമയ ലോകത്തെത്തുമ്പോൾ ഇവർക്കൊന്നും കൃത്യമായിട്ട് പേരില്ല. ഈ സാധനമൊക്കെ നമ്മൾ ഒഴിപ്പിക്കുന്ന സമയത്ത്, ഒഴിവാക്കുന്ന സമയത്ത് ബോഡിയിൽ വന്ന് സംസാരിക്കാറുണ്ട്. ഈ ദേവതകൾക്ക് പല പല ഫ്രീക്വൻസികളാണ്. അപ്പം നമ്മൾ എങ്ങനെ വിളിക്കുന്നു, ഒരു ഫോം ഉണ്ടാക്കി, ഒരു കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു ഫിഗറൊക്കെ കൊടുത്ത്, ഒരു സങ്കല്പം കൊടുത്ത്, അതിനെ ശരിക്കും വിശ്വസിച്ച് അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വൈബ്രേഷൻ സെൻഡ് ചെയ്യുമ്പോൾ, മന്ത്രപരമായ വൈബ്രേഷൻ സെൻഡ് ചെയ്യുമ്പോൾ ആ രൂപത്തിലുള്ള ഫ്രീക്വൻസിയിലുള്ള ദേവതകൾ വന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ പുരാണത്തിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് അതാ ഞാൻ പറഞ്ഞു. അപ്പം അപ്പോൾ ആ സങ്കല്പം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. ആ സങ്കല്പത്തിലൂടെ വരുമ്പോൾ ആ രീതിയിൽ വന്ന് പ്രവർത്തിക്കും. അതാണ് ഇപ്പോൾ നിക്കോളാസ് ടെസ്ല എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പറയുന്നത്. ഇഫ് യു വാണ്ട് ടു നോ ദ സീക്രട്ട് ഓഫ് ദ യൂണിവേഴ്സ് യു ഹാവ് ടു തിങ്ക് ഇൻ ദ ലാംഗ്വേജ് ഓഫ് എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ. ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിയണമെങ്കിൽ നിങ്ങൾ എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യാൻ പഠിക്കണം. അപ്പം ശരിക്കും വൈബ്രേഷണൽ ഫീൽഡുകളായിട്ടുള്ള ദേവതകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ വിളിക്കുന്ന രൂപത്തിൽ അതുമായി ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന വൈബ്രേഷൻസ് നമ്മളിലേക്ക് വന്നു ചേരും. അങ്ങനെ ചേരുമ്പോൾ ഓജോ ബോർഡൊക്കെ കളിക്കുമ്പോൾ ഇല്ലേ, ആ ഫ്രീക്വൻസിയിലുള്ള സാധനം കയറി വരികയാണ്. നമ്മൾ അങ്ങോട്ടൊരു പേര് പറഞ്ഞിട്ട് വിളിക്കുകയല്ല. അപ്പം ഈ വൈബ്രേഷൻ, അതെ. അപ്പോൾ ഓജോ ബോർഡിൽ എന്തുകൊണ്ട് ചില ആൾക്കാർ മാത്രം വരുന്നു, ശങ്കരാചാര്യർ പോലുള്ള ആത്മാക്കളെന്ത് വരാത്ത, അല്ലെങ്കിൽ അത്തരം മേളിലോട്ട് നിൽക്കുന്ന ആളുകൾ എന്താണ് വരാത്തത്? അല്ല, അതാ ഫ്രീക്വൻസി ഉണ്ട്. നമ്മൾ വിളിക്കുന്ന ഫ്രീക്വൻസി അതല്ലേ. നമ്മുടെ ആഗ്രഹം അതിലൊരു പ്രേതം വരണം. എന്റെ ലെവൽ എന്താണോ ആ ലെവലിൽ ആൾക്കാരിലേ വരുള്ളൂ, വിളിക്കത്തുള്ളൂ. അങ്ങനെയാണോ? പക്ഷെ നമ്മൾ അതേ ഓജോ ബോർഡ് വെച്ചിട്ട് നിങ്ങൾ ശങ്കരാചാര്യരെ വിളിക്കേണ്ട ഫ്രീക്വൻസി വിളിക്കുക, അത് വരും. അങ്ങനെയല്ലേ അമ്പലത്തിൽ ആരാധിക്കുന്ന അങ്ങനല്ലേ വിഗ്രഹം വെച്ചിട്ട്. ചോറ്റാനിക്കരി അമ്മ അല്ലെ ഭദ്രകാളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുമ്പോൾ, ആദി പരാശക്തി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ ഫ്രീക്വൻസിയിലുള്ള സംഭവമാണ് വരുന്നത്. അത് തന്നെയല്ലേ ഓജോ ബോർഡിൽ സംഭവിക്കുന്നത്. അത് നെഗറ്റീവ് ചെറുത്, ഇത് പോസിറ്റീവ് വലുത്. അത്രേ ഉള്ളൂ. ഈ മനുഷ്യൻ്റെ ശരീരത്തിലും ഈ മനസ്സിലൊക്കെ കേൾക്കുന്നത് എങ്ങനെയാണ്? ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിയും? അയാളിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. ഉദാഹരണത്തിന് രാശിപ്പലകയിൽ അറിയാൻ പറ്റുമെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു. അതെങ്ങനെ അറിയാൻ പറ്റും? അത് നമ്മളെ ഈ എന്താ പറയുക, ജ്യോതിഷം, ആസ്ട്രോളജി, ചില ആൾക്കാർ വേറെ ചില മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഇതൊന്നും ഉപയോഗിക്കത്തില്ല, അല്ലാതെ മനസ്സിൽ നിന്ന് തന്നെ തോന്നും. ഇത് ഓരോ ആളുകൾക്ക് അവർക്ക് സ്യൂട്ടബിളായ, അവർ പഠിച്ച് മനസ്സിലാക്കി എക്യുപ്മെന്റ്സ്, അത്രേ ഉള്ളൂ. ഒരു കോമൺ സംഭവം ഒന്നും ഇതിനകത്തില്ല, ഇന്ന രീതിയിൽ അറിയാൻ പറ്റും എന്നൊന്നും. നമുക്ക് അവരവരുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അറിയാം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു കോമൺ പ്ലാറ്റ്ഫോം ഇല്ല. ഞാനത് ആസ്ട്രോളജി യൂസ് ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ. ചിലപ്പോൾ ആസ്ട്രോളജി യൂസ് ചെയ്യത്തില്ല, ചുമ്മാ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതുണ്ടോ ഇല്ലയോ എങ്ങനെയാണെന്നുള്ളത്. അവരുടെ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചിലവരുടെ അനുഭവം പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത്രയും കാര്യങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് പറയും. ചിലപ്പോൾ നമ്മളിത് നോക്കിയിട്ട് അങ്ങോട്ട് പറയും, ഇന്നൊക്കെ അനുഭവിക്കുന്നില്ലേ, നോക്കുമ്പോൾ ഉണ്ടെന്ന് പറയും.
അങ്ങനെയും ഉണ്ടാവും. ഇവിടെ അങ്ങനെ ആരെങ്കിലും വരാറുണ്ടോ? ഞാൻ വരാറുണ്ട് ഇവിടെ. കാരണം ഇവിടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിട്ട് വന്നിട്ട് ഇത് ബാധയാണെന്ന് മനസ്സിലാക്കി ഒഴിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ബാധയാന്ന് പറഞ്ഞ് വന്നിട്ട് ഇത് സൈക്കാട്രിക് ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് സൈക്കാട്രിസ്റ്റിനെ റെഫർ ചെയ്ത കേസുകളും ഉണ്ടാവാറുണ്ട്. ഇത് ഇങ്ങനെയാണ് ബാധ കൂടുന്നത്. ഇത്തരം ആൾക്കാരിലും ബാധ കയറും. കാര്യം പറയാൻ കാരണം, ഇപ്പോൾ ഒരു IT എഞ്ചിനീയർ ആവാം, പഠിത്തമുണ്ട്, സയൻസ് വൃത്തിക്കറിയാം, പക്ഷെ അയാൾക്കും ബാധ കയറാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈക്കാട്രിസ്റ്റിന് വരെ കയറാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. സൈക്കാട്രിസ്റ്റുകൾ നമ്മുടെയൊക്കെ വന്ന് ഹീൽ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച ഒരു മകള്, അച്ഛൻ ഓട്ടോക്കാരനാണ്. അപ്പോൾ വന്നിട്ട് പറയണം, സാറേ ഞാൻ ഓട്ടോ ഓടിച്ച് വരുമ്പോൾ ഷാളിട്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുമ്പോൾ പുറകിൽ നിന്ന് പിടിച്ചു. അപ്പം അങ്ങനെ അവർ വന്നതാണ്, ഇവിടെ ഇതെല്ലാം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞ് ആരുണ്ടോ പറഞ്ഞിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ രണ്ടുപേർക്കും വലിയ കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇതിപ്പോൾ എനിക്കാണോ കുഴപ്പമെന്ന് സംശയമായി. ഈ ഓട്ടോ ഓടുമ്പോഴാണോ? ഓട്ടോ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഷാളിട്ട് പിടിച്ചെന്ന് പെട്ടെന്ന് ഒരു പ്രകോപനമില്ല, ഒരു പ്രകോപനമില്ല. ഇതാരാണ് കള്ളം പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രിജുഡീസ് ആയിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് പറയും സൈക്കോളജിയിൽ. MSc എടുക്കുമ്പോൾ, മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ വന്നിരുന്നാൽ ആരുടെ സൈഡ് പിടിച്ച് ചിന്തിക്കരുത്, നിങ്ങളുടെ സത്യം അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കി ആരുടെയാണെന്ന്. അപ്പം ഞാനൊന്ന് ഇൻസൾട്ട് ചെയ്തു രണ്ടുപേര്. അപ്പോൾ ഈ ഇൻസൾട്ട് ചെയ്തപ്പം അച്ഛന് ചിരിച്ചുകൊണ്ടിരുന്നു, മോക്ക് ഒരു നിമിഷം ഒരു കണ്ണിലൊരു ദേഷ്യഭാവം വന്ന് ഒരു സെക്കൻഡ് മാത്രമേ ഉള്ളൂ, മൈക്രോ സെക്കൻഡ്സ്. എന്നിട്ട് പിന്നെ ചിരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, മോള് കുറച്ച് നേരത്തേക്കൊന്ന് വെളിയിലിരിക്കാവൂ. വെളിയിലിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ മോളുടെ വിഷയം? അപ്പോഴാണ് പറയുന്നത്, ഇതുപോലെ ഷാളിട്ട് പിടിച്ചു, അതിന് മുമ്പ് ശേഷം അവൾക്കൊരു കുഴപ്പമില്ല, അവൾ തമാശയാന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ തമാശയ്ക്ക് ചെയ്താന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് അത്ര തമാശയായിട്ട് തോന്നിയില്ല എന്ന്. കഴുത്തിലൊക്കെ ഷോളിട്ട് മുറുക്കുക തമാശയ്ക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ പൂജ വെച്ച് നമ്മളിത് ആവാഹിച്ച് മാറ്റാൻ നേരം ഇത് വെളിയിൽ വന്നിട്ട് പറഞ്ഞു, ഇതിനെ കൊല്ലാനായിട്ട് വിട്ടേക്കുന്ന എന്നെ പിന്നെ 2 പ്രാവശ്യം കൊല്ലാൻ നോക്കി. അപ്പോൾ ഇയാൾ ചോദിച്ചു, അതേതാ 2 പ്രാവശ്യം? അപ്പോൾ 1 പ്രാവശ്യം അവിടെ നിന്ന് തെള്ളിയിടാൻ നോക്കി, വീഴാൻ പോയതാണ്, ചുമ്മാ പറഞ്ഞു തെള്ളിയിടാൻ നോക്കി, പക്ഷെ അന്ന് മരിച്ചില്ല, ഞാൻ കയറി വന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഞെട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ അത് ആവാഹിച്ച് മാറ്റി കഴിഞ്ഞപ്പോൾ അതിന് കുഴപ്പമില്ല. അല്ല, ഈ മകൾക്ക് ഇത്ര മകളാണോ? അത് മകൾക്ക് ഭയങ്കര സ്നേഹവും അച്ഛനെ, അതായത് ഇതിൽ ഏറ്റവും വലിയ രസം. അപ്പം ഞാൻ ആലോചിച്ചത്രേ ഉള്ളൂ, ആ ഓട്ടോ മറിഞ്ഞിട്ട് മോള് രക്ഷപ്പെട്ടു, അച്ഛൻ മരിച്ചു എന്നൊരു വാർത്ത പത്രത്തിൽ കണ്ടാൽ ആരെങ്കിലും മനസ്സിലാവും ഇതൊരു കൊലപാതകമാണ്. ഈ കൊച്ചിനറിയാവും, അതുമില്ല. അതാണ് ഏറ്റവും വലിയ രസം. അപ്പം ഇങ്ങനെ എത്ര കൊലപാതകം നടക്കുന്നുണ്ടാവും. ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. എങ്ങനെയാണ് ഒരാൾക്ക് ആത്മഹത്യ ചെയ്യുക? ഇപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഈ ശരീരം ചുമ്മാ അങ്ങ് നശിപ്പിക്കാൻ നമുക്ക് തോന്നും? ഒരിക്കലുമില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പൊസഷൻസ് വന്നിട്ടാണ് അത് ചെയ്യുന്നത്. കൊലപാതകം നടക്കുന്നത് എങ്ങനെ? മനുഷ്യൻ ബേസിക്കലി നല്ലവരാണ്, പിന്നെ എങ്ങനെയാണ് കൊലപാതകം നടത്തുന്നത്? അച്ഛൻ മകനെ കൊന്നു, ഇങ്ങനെ അമ്മയെ കൊന്നു എന്നൊക്കെ കേൾക്കാം. നമ്മൾ ആലോചിക്കട്ടെ, ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന അമ്മയൊക്കെ കൊല്ലാൻ? അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഇതല്ലേ. അല്ല, ചിലർ MDMA അല്ലെങ്കിൽ കള്ളോ കഞ്ചാവോ അതുണ്ടാവും. അതല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് കൊന്നു എന്നൊക്കെ കേൾക്കാം. അതെ, പത്രവാർത്തകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറയുന്നോട്ടുള്ള സൈക്കോളജിക്കൽ പൊസഷൻസ് ആണ്. ഇത് പ്രേതം എന്നുള്ള വാക്ക് ഞാൻ എന്താ ഉപയോഗിക്കാത്തതെന്ന് ഒരുപാട് തെറ്റിദ്ധാരണ വരും. സാരി ഉടുത്ത് ചോര കുടിക്കാൻ വരുന്ന പ്രേതം, ഇതൊക്കെ സിനിമയിലേ ഉള്ളൂ, ഗോസ്റ്റ് ഇംഗ്ലീഷ് മൂവീസിലേ ഉള്ളൂ. റിയൽ ലൈഫിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ റിയൽ ലൈഫിൽ ശരീരം നഷ്ടപ്പെട്ട മനസ്സുകളുണ്ട്, അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്, അത് ആളുകളിൽ പൊസസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ശരീരത്ത് വരുമ്പോൾ പറയുന്ന ഡേറ്റ എല്ലാം കൃത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു താന്ത്രിക് പഠിച്ച ഒരാളാണെങ്കിൽ എനിക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനസ്സിനെ ഞാൻ കീഴടക്കിയിട്ട് എനിക്ക് ശത്രുത തോന്നുന്ന ഒരാളെടുത്ത് ഞാൻ അങ്ങ് വിടുകയാണ്, പോയി കൊന്നിട്ട് വാ എന്ന് പറഞ്ഞാൽ നടക്കൂ? 100% നടക്കും. അങ്ങനെയല്ലേ നടക്കുന്നതല്ല. ഇതിങ്ങനെ കൂട്ടത്തിൽ കൊന്നിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡയറക്റ്റ് കുത്തിക്കൊല്ലുമല്ല, ഫിഗർ ഇല്ലല്ലോ. ഇത് ശരിക്കും ഹിപ്നോട്ടൈസ് ചെയ്താണ് പ്രൊസസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് യു ആർ ഗോയിങ് ടു ഡീപ് സ്ലീപ്പ് എന്ന് പറഞ്ഞ് ഉറക്കിയാൽ നിങ്ങളുടെ ബോഡി ഇങ്ങനെ ഉറങ്ങുകയാണ്. നിങ്ങൾ ബോഡി വിചാരിക്കുന്നത് ഞാനാണ്, ഓണറിനാണ്. കൈ വെക്കാൻ പറഞ്ഞാൽ കൈ വെക്കും, കാല് വെക്കാൻ പറഞ്ഞാൽ വെക്കും. അവിടെ രാജേഷ് അല്ലേ, രാജേഷ് എന്നൊരു പേഴ്സണാലിറ്റി അവിടെ ഇല്ല. ഉണർന്നു കഴിയുമ്പോൾ ഞാൻ പിന്നെയും ചെയ്യാൻ വന്നാൽ എന്ത് പറയും? എൻ്റെ ബോഡി എനിക്കുള്ളതാണ്, നിങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യണ്ട എന്ന് പറയും അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പം ഞാൻ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് എൻ്റെ ശരീരം. അഗ്നി, വെള്ളം, വായു, ആകാശം, ഭൂമി. അതിൽ വാട്ടർ എലമെൻറ്റും എർത്ത് എലമെൻറ്റുമായ ഈ ശരീരം ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന മരണം. പോയിട്ട് അഗ്നി, വായു, ആകാശം എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ് മൈൻഡ്, മനസ്സ്. ഇത് ഡീകോഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ സംഭവം ശരീരം വിടുമ്പോൾ ഫ്രീ ആയി. ശരീരം വിടുമ്പോൾ മനസ്സിൽ നിന്നും മനസ്സിലേക്ക് ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ സഞ്ചരിച്ച് വന്ന്
നിങ്ങളുടെ ബ്രെയിനിലേക്ക് വന്ന് നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് നിങ്ങളുടെ ബോഡി എടുക്കുന്നതാണ് ഈ കാണുന്നത്. ഈ മണിച്ചിത്രത്തായാലെ പോലെ നമ്മളിട്ടേക്കുന്ന വീഡിയോസിലൊക്കെ പുറത്ത് വന്ന് സംസാരിക്കുന്നത് അങ്ങനെയാണ്. അത് ഉള്ളിലിരിക്കുമ്പോൾ ഇത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. കൂട്ടത്തിൽ കൂടി ഇയാളെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യിപ്പിക്കുക, കൊലപാതകം ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ദുരിതങ്ങൾ ഉണ്ടാക്കുക, അവസരങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് തട്ടിക്കളയുക, ആളുകളെ ഐസൊലേറ്റ് ചെയ്യിക്കുക, എല്ലാവരും വെറുപ്പിക്കും ബാധയുള്ള ആൾ. പിന്നെ നമുക്ക് പറഞ്ഞാൽ കഴിക്കാത്ത വിഷമങ്ങൾ, മിക്കവാറും അങ്ങനെയുള്ളവർക്ക് വയറിന് പ്രശ്നം, ഷോൾഡർ പെയിൻ, കൈകാൽ കഴപ്പ്, തലവേദന, ഇതൊക്കെ ഇതിലെന്തെങ്കിലുമൊക്കെ മാറിയും തിരിഞ്ഞും കാണും. എല്ലായിടത്തും പരാജയം, എല്ലാവരും വെറുക്കുന്നു. നല്ലത് ചെയ്താലും അവസാനം കുറ്റം ഈ വ്യക്തിക്ക് ഇരിക്കും. കാരണം എന്തിനാ, കടുത്ത അഡ്രിനാലിൻ, കോർട്ടിസോൾ, നെഗറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് ഇയാളുടെ ഉള്ളിൽ ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇതുങ്ങൾക്ക് പോകേണ്ടി വരും. അപ്പോൾ അവർ നിൽക്കാനുള്ള പരിപാടി അവർ നോക്കത്തില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അവരെ ഏറ്റവും കൂടുതലും വിഷമിപ്പിക്കുകയും ദുരിതപ്പെടുത്തുകയും ചെയ്യുക, അല്ലാതെ വേറെ മാർഗമുണ്ടോ? ഒരു മാർഗവുമില്ല. ഇങ്ങനെ ഒരു എനർജി ബാധിച്ച ഒരാൾ ഒരു 10,000 കിലോമീറ്റർ മൈലുകൾക്കപ്പുറം ഇരിക്കുന്നു, ഇപ്പോൾ ദുബായിലിരിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയിലിരിക്കുന്നു, അയാൾക്കൊരു അസുഖമുണ്ട്. നമുക്കിവിടെ നിന്നുകൊണ്ട് ഒരു വീഡിയോ കോൺഫറൻസിലൂടെ മാറ്റാൻ സാധിക്കും. ഇത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങ് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ജ്യോതിഷവും അതുപോലെ തന്നെ സൈക്കോളജിയും കൂടെ ഒരുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ അത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ട്. എന്തായിരുന്നു? വീഡിയോ കോളിൽ കൂടെ മാറ്റിയിട്ടുണ്ട്. ഭയങ്കര തികച്ച ഡിജിറ്റലാണ്. അതിൻ്റെ വീഡിയോസും ഉണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ആളുകൾ ചിലപ്പോൾ തള്ളുക എന്ന് പറയും. അപ്പം അങ്ങനെ ആളുകൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാം. ഇതെല്ലാം എവിഡൻസ് ഉള്ളതാണ്. ഇതെല്ലാം അതെ, അതാണ് എൻ്റെ സംശയം. അതാണ് കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മനോമയ കോശം ഒന്നിച്ച് കിടക്കുന്നതാണ്. അല്ലാതെ പഞ്ചകോശ ശുദ്ധി എന്ന് പറയുന്ന നമ്മുടെ കോഴ്സ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. ഈ ഫിസിക്കൽ വേൾഡിലുള്ള കംപ്ലൈൻറ്റ്, മെൻ്റൽ വേൾഡിലുള്ള കംപ്ലൈൻറ്റ്, എനർജി വേൾഡിലുള്ള കംപ്ലൈൻറ്റ്, നോളജ് വേൾഡ്, ബ്ലിസ് വേൾഡ്, ഇങ്ങനെ പഞ്ചകോശങ്ങൾ, അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന് യോഗയിൽ പറയുന്ന, യോഗശാസ്ത്രത്തിൽ പറയുന്ന ഈ പഞ്ചകോശങ്ങളെ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴേ നമുക്ക് സമൂലമായ ഒരു പരിഹാരം നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്നപ്പം ഈ പ്രാണമയ കോശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടി വരുമ്പോഴാണ് ഈ പ്രാണമയ കോശത്തിന് സ്പേസ് ടൈം ഇല്ല എന്നുള്ള, ദൂരവ്യത്യാസങ്ങളില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു കേസ്, ഒരു സ്ഥലത്ത് നിന്നൊരു പെൺകുട്ടി വരികയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേഹം മുഴുവൻ നീരും വേദനയാണ്, കുറേ വർഷമായി. അവർ എവിടെയാണ് സ്ഥലം? ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലത്തുള്ള, ദൂരെയുള്ള സ്ഥലത്തുള്ളതാണ്. ഒരു 3000-4000 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു മലയാളിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു. 2 ലക്ഷം രൂപ സാലറി ഉണ്ടായിരുന്നു. 2-3 ലക്ഷം രൂപയ്ക്ക് ഇടയിൽ. ജോലി എന്താണ്? എയർപോർട്ടിൽ അതിൻ്റെ ഈ ഫ്ലൈറ്റിൻ്റെ ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ജോലിയാണ്. ഈ സ്ത്രീ ഇവിടെ വരുന്നത് ഇത്രയും ദുരിതങ്ങളുമായിട്ടാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഈ ആഭിചാര ദോഷമുണ്ട്, പൊസഷൻ ഉണ്ടെന്ന് മനസ്സിലായി. നമ്മൾ വന്ന പൂജ വെച്ച് പൂജ വാഹിച്ച് മാറ്റുന്ന സമയത്ത് ഇത് വെളി വരികയാണ്. വെളി വന്നിട്ട് പറയുകയാണ്, ആരാ നിന്നെ വിട്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവളുടെ അമ്മായിയമ്മയാണ് വിട്ടത്. ആ അമ്മായിയമ്മ ആണ് വിട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ മോക്ഷം കൊടുത്ത് ഇതിനെ മുക്തിപഥത്തിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്, സോൾസിനെ ട്രഡീഷണൽ രീതി പ്രകാരം ചെയ്യുമ്പോൾ. അങ്ങനെ വിടാന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടാന്ന് പറയാൻ പോയില്ല, അത് വേണ്ട, അങ്ങനെ സാധാരണ പറയാറില്ല. സാധാരണ അതിന് പോവും. അവസരം കിട്ടിയ രക്ഷപ്പെടാൻ പറ്റിയ അവസരം എന്നുള്ള ഇത് പരമശാന്തി വേണ്ടേന്ന് നോക്കും, വേണമെന്ന് പറയും, പോവും. ഇത് അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, വന്നിടത്തോട് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. തിരിച്ചു പൊക്കോളാൻ പറഞ്ഞ് ആ നിമിഷം തന്നെ ഒരു 5 മിനിറ്റ് ഡിഫറൻസിൽ ഈ വിട്ടയാളിൻ്റെ ഫുൾ ബോഡി തളർന്നു, പാരലൈസ് ആയി. ഇപ്പോൾ വീഡിയോ കോൺഫറൻസിലൂടെ നമുക്കൊരാളെ, അതാണ് ആദ്യം ചോദിക്കായിരുന്നത്, 10,000 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമ്മൾ വീഡിയോ വെച്ചിട്ട് ജസ്റ്റ് പറയുന്നു, അവർ തിരിച്ച് പ്രതികരിക്കുന്നു. ഇവിടുന്ന് അങ്ങ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർ കാമാവുന്നു. ഇങ്ങനൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്, അതെങ്ങനെ നമ്മൾ ഡിജിറ്റൽ യുഗത്തിലും ഇത് എനർജി അല്ലേ? ഇവിടുന്ന് നമ്മുടെ വീഡിയോസ് സിഗ്നൽ അല്ലെങ്കിൽ ഓഡിയോ ഇലക്ട്രിക് സിഗ്നലായിട്ട് മാറിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. എന്നിട്ട് വീണ്ടും അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാണ്, അല്ലെ വിഷ്വലായിട്ടോ അല്ലെങ്കിൽ സൗണ്ടായിട്ടോ, ശരിയല്ലേ? അപ്പോൾ ഇലക്ട്രിക് സിഗ്നലായിട്ട് അങ്ങനെ സഞ്ചരിക്കുന്നതിലും ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ എഫക്റ്റീവായിട്ട്, അതിലും എഫക്റ്റീവായിട്ട് ഡയറക്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റും പ്രാണൻ. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ ബേസും പ്രാണനാണ്. എനർജി എവിടെയുണ്ടോ അതിലെല്ലാം ഈ ബേസിക് പ്രാണൻ എന്ന് പറയുന്ന എനർജിയുടെ ബേസിലാണ് പ്രാണമയ കോശം. അപ്പോൾ ഈ പ്രാണമയ കോശം ഒന്നിച്ച് കിടക്കുന്നതാണ്. ഈ ഞാൻ പറഞ്ഞില്ലേ ഫിസിക്കൽ വേൾഡിലെ ഡിഫറൻസ് ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ, മനസ്സിലായി? എനർജി വേൾഡ് ഡിഫറൻസ് ഇല്ലല്ലോ. അപ്പോൾ സ്പേസ് ടൈം അവിടെ ഡിഫറെൻ്റ് ആണ്, ഇതുപോലെയല്ല. സ്പേസ് ടൈം ഗ്യാപ്പ് അവിടെ ഇല്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ
അങ്ങേ വീഡിയോ കോൾ ചെയ്താൽ മതി. അല്ല, എല്ലാം അങ്ങനെ അല്ല, എല്ലാത്തിനും പറ്റില്ല, എല്ലാത്തിലും പറ്റൂല. ചില കാര്യങ്ങൾ അങ്ങനെ പറ്റും. ആ ഡിപ്പെൻഡാണ് ആളുകളുടെ പ്രശ്നങ്ങൾ, ഏത് കോശത്തിലാണ് പ്രശ്നം. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി, ഇതിൻ്റെ ഡയഗ്നോസിസ് കറക്റ്റായിട്ട് വരണം. അതൊരു പ്രധാന വിഷയമാണ്. ഇവരുടെ പ്രശ്നം കിടക്കുന്ന അന്നമയത്തിലാണോ മനോമയത്തിലാണോ? അന്നമയത്തിൽ ഇപ്പോൾ ഒരു കാലൊടിഞ്ഞു പോയി, അപ്പോൾ അതിൽ നിന്ന് ഡിപ്രഷൻ വന്നു, അപ്പോൾ എന്നിട്ട് എനർജി ഡൗൺ ആവുന്നു. ഇത് എവിടെ നിന്ന് തുടങ്ങുന്ന പ്രശ്നമാണ്? ഫിസിക്കൽ വേൾഡ് ചെയ്യേണ്ട. അതപ്പോൾ ഏറ്റവും നല്ല അലോപ്പതി ഡോക്ടറെ കണ്ട് എല്ല് നേരെയാക്കുക എന്നുള്ള. അപ്പോൾ അയാളുടെ ഡിപ്രഷൻ മാറി, മറ്റേത് മാറി. അപ്പോൾ അവിടെ കുറേ മന്ത്രവാദം ചെയ്തോ പൂജ ചെയ്തിട്ട് കാര്യമുണ്ട്, കുറേ കൗൺസിലിങ് മനോമയ കോശത്തിൽ ചെയ്തിട്ട് കാര്യമുണ്ട്. എനർജി വേൾഡ് ഹീൽ ചെയ്തിട്ട് കാര്യമില്ല, പൂജയും മന്ത്രവാദമുണ്ട്. കൗൺസിലിംഗ് ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം ഏറ്റവും നല്ലൊരു അലോപ്പതി ഹോസ്പിറ്റലിൽ വിടുക. അതുപോലെ തന്നെ സൈക്കാട്രി കംപ്ലൈൻ്റ് ആണ് സൈക്കാട്രിസ്റ്റിനൊക്കെ വിടുക, നമ്മൾ ഡീൽ ചെയ്യരുത്. മനസ്സിലായി. മനോമയത്തിൽ വരുന്ന ഒരു വിഷയമാണെങ്കിൽ ഒരു ലവ് അഫെയർ ബ്രേക്കപ്പിലൂടെ ആൾ ഡിപ്രസ്ഡായി, ഫിസിക്കലായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മാറി, കെമിക്കൽ മാറി, ആളിൻ്റെ വയറിന് പ്രശ്നം അതും ഇതൊക്കെ തുടങ്ങുന്നു. അതുപോലെ എനർജി ലെവലിൽ ഒരുപാട് ഡൗൺ ആവുന്നു. ഇതെവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന? മനോമയത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ കുറേ പൂജ കഴിച്ചിട്ടോ കാര്യങ്ങളില്ല. അതുപോലെ അലോപ്പതി ഡോക്ടറെ കണ്ടിട്ടും കാര്യമില്ല, സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ടും പോലും കാര്യമില്ല.